ആ അതെ അതെ ആ രാമൻ ഇതാ കടന്നു വരുന്നേ. ഇതാണ് ആവേശം. രാമൻ വരുമ്പോൾ ആവേശമാണ്. പക്ഷെ എല്ലാവരുടെയും കൈകളിൽ ഒരു കൈയിൽ ഫോണാണ്. രാമനെ എല്ലാവരുടെയും കണ്ണ് മറ്റെങ്ങോട്ടും കൃഷ്ണമണി ചലിക്കുന്നത് പോലുമില്ല. രാമനിലേക്ക് കടന്നു വരികയാണ്. അതാ കടന്നു വരുന്നു. ആ അതെ അതെ ആ രാമൻ ഇതാ കടന്നു വരുന്നേ. ഇതാണ് ആവേശം. രാമൻ വരുമ്പോൾ ആവേശമാണ്. പക്ഷെ എല്ലാവരുടെയും കൈകളിൽ ഒരു കൈയിൽ ഫോണാണ്. രാമനെ തങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക്, തങ്ങളുടെ ഫോണിലേക്ക് പതിപ്പിക്കാനുള്ള ആവേശമാണ് ഈ കാണുന്നത്. രാമന്റെ ശിരസ മസ്തകം നമ്മളിത് കാണുന്നു. രാമനെ നമ്മൾ കാണുന്നു. ആ തിടമ്പ് പതുക്കെ ചരിച്ചു കൊടുക്കുന്നു. ആളുകൾ തിരക്കിൽ പിന്നിലേക്ക് തള്ളുന്നു. ഇപ്പോൾ നിലവിൽ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആനയെ, ഏറ്റവും മനോഹരമായ, ഏറ്റവും കാണാൻ ഗാംഭീര്യമുള്ള ആനയെ കാത്തുനിന്ന ആളുകൾക്കിടയിലേക്ക് ഇതാ മന്ദം മന്ദം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നമുക്ക് മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ ഓരോ കാൽസ്പന്ദനവും അത് ഇവിടെ ആനപ്രേമികളുടെ, രാമന്റെ പ്രേമികളുടെ ഉള്ളിലാണ്. ഈ ആരവമാണ് സാക്ഷി. ഈ ആയിരക്കണക്കിന് മനുഷ്യരാണ് സാക്ഷി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എങ്ങനെയാണ് തൃശ്ശൂരിലെ ഗജപ്രേമികളുടെ വികാരമായി മാറുന്നത് എന്ന് ഈ ആരവത്തിലൂടെ ലോകം മുഴുവൻ അറിയുകയാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അത്ഭുതമായിരിക്കും. ഒരു ആനയെ കാത്ത് നൂറുകണക്കിന് മനുഷ്യർ വെയില് ചൂടോ ഒന്നും വകവെക്കാതെ കാത്തു നിൽക്കുന്ന നിമിഷം ഇത് ലോകത്തൊരിടത്തും സംഭവിക്കില്ല. അത് തൃശ്ശൂരിന്റെ മാത്രമാണ്, തൃശ്ശൂരിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ നമുക്കൊന്നാകെ പങ്കുചേരാം. തെച്ചിക്കോട്ടുകാവ് ഭഗവതിയുടെ തിടമ്പ് ശിരസിലേറ്റിയ രാമനെ വരവേൽക്കുന്ന നിമിഷങ്ങളാണിതാ. മസ്തകം ഉയർത്തി രാമൻ അങ്ങനെ ഗാംഭീര്യത്തോടു കൂടി നിൽക്കുകയാണ്. ഞാനിതാ നിങ്ങളുടെ സ്വന്തം രാമൻ, നിങ്ങളുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. അതെ, ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാനിതാ വന്നു നിൽക്കുന്നു എന്ന് രാമൻ പറയുകയാണ്. രാമൻ ഇതാ